നമസ്കാരം. എന്തൊക്കെ മേളമായിരുന്നു, എന്തൊക്കെ ബഹളങ്ങളായിരുന്നു, എന്തൊക്കെ രീതിയിലുള്ള അന്തിച്ചർച്ചകളായിരുന്നു. മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കാൻ പോകുന്നു, രാജിവെച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ രാജിവെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ ഗണേഷ് കുമാർ ബിന്ദു മേനോൻ വിഷയം വലിയ വിവാദമാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു. അവസാനം ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ തന്നെ ഈ കുത്തിത്തിരിപ്പ് വാർത്തകൾക്ക് ആദരാഞ്ജലികൾ നേർന്നിട്ടുണ്ട്. ഈ വിഷയം വളച്ചൊടിച്ച് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയ അശ്ലീല മാങ്കൂട്ടമൊക്കെ തേഞ്ഞൊട്ടിയിട്ടുണ്ട്. കനകോലു പടയ്ക്കും സതീശനും ഒപ്പം സംഘപരിവാരങ്ങൾക്കും ബിന്ദു മേനോൻ കൊടുത്ത പണിയാണ് ഒരൊന്നൊന്നര പണി. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഈ ഗണേഷ് കുമാർ ബിന്ദു മേനോൻ വാർത്ത പെട്ടെന്ന് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി മാറിയപ്പോഴും മാധ്യമങ്ങൾ ഇതിനകത്ത് വലിയ രീതിയിൽ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ വാർത്ത വരാൻ ഇടയായ ഒരേ ഒരു സാഹചര്യം വേറൊന്നുമല്ല. കഴിഞ്ഞ കുറച്ചു ദിവസമായി പല സർവേകളും പല മാധ്യമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സർവേകളിലൊക്കെ മനോരമ ഒഴിച്ച് ബാക്കിയുള്ള സർവേകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷം തന്നെ വീണ്ടും തുടർഭരണത്തിൽ വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല ടൗൺഷിപ്പ് അവിടെ നിർമ്മിച്ചു നൽകിയതും ഒപ്പം പെരുമ്പളം പാലം സമർപ്പിച്ചതും ഒക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുകയാണ്. അപ്പൊ പിന്നെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് അടിച്ചിറക്കണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ നടന്ന കുടുംബ വഴക്ക്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കുടുംബ വഴക്ക് മറ്റു രീതിയിൽ ചിത്രീകരിച്ച് വലതുപക്ഷത്തിനും സംഘപരിവാരത്തിനും നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കനകോലുവിന്റെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയ വെറും കൊട്ടേഷൻ വർക്കാണ് നമ്മൾ കണ്ടത്. ഞാൻ ഇന്നലെ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തില്ല എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണമെന്ന്. എന്തുകൊണ്ടാണ് എടുക്കാഞ്ഞത്? ഇതൊരു കുടുംബ വഴക്ക് മാത്രമല്ല ബിന്ദു മേനോൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി പോലും പോലീസിന് കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് കേസെടുക്കുക? ഇനി ബിന്ദു മേനോൻ DGPക്ക് പരാതി കൊടുക്കാൻ പോകുന്നു, എന്തൊക്കെ വെളിപ്പെടുത്താൻ പോകുന്നു, എന്തൊക്കെ പുറത്തുവിടാൻ പോകുന്നു എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങൾ പറഞ്ഞത്. എന്നിട്ട് കൊടുത്തോ? ഇല്ല. ഇന്ന് ബിന്ദു മേനോൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? തന്റെ ഭർത്താവിനെ അത്രമേൽ ഇഷ്ടമാണ് തനിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2, തനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾ പറഞ്ഞു നടന്ന, കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടന്ന എല്ലാം പെരും നുണയാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതൊക്കെ വെറും കുത്തിത്തിരിപ്പ് വാർത്തകളായിരുന്നു എന്ന കാര്യം വളച്ചുകെട്ടിയാണെങ്കിലും ബിന്ദു മേനോൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബിന്ദു മേനോൻ ഈ വാളകത്തെ വീട്ടിൽ ഗണേഷ് കുമാറിനെ എന്തോ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടു എന്നതായിരുന്നല്ലോ ഈ മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടന്നത്. എന്താണ് കാണാൻ കഴിയാത്തത് കണ്ടത് എന്നൊരു മാധ്യമവും ചോദിച്ചില്ല. വീഡിയോയും ചിത്രങ്ങളും ഒക്കെ കയ്യിലുണ്ട്, അത് എന്താണ് എന്നുള്ള കാര്യം ചോദിച്ചില്ല. ഇനി ഇവർക്ക് അത്ര വലിയ ദേഷ്യം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്രയധികം ഇവരെ തകർത്ത് കളയുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഇവർ പണ്ടേ പോലീസിൽ കേസ് കൊടുക്കില്ലായിരുന്നു. അപ്പൊ ഇല്ല, അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഈ വിഷയത്തിലേക്ക് ഒരു പേര് ഇങ്ങനെ ചാടിയിരുന്നല്ലോ, ആ ശ്രീലേഖയുടേത്. ആ ശ്രീലേഖ പറഞ്ഞിട്ടാണ് അന്ന് പോലീസിനെ വിളിച്ചതെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ ബിന്ദു. എന്നിട്ട് ഇപ്പൊ എവിടെ പോയി ശ്രീലേഖയൊക്കെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് മുങ്ങി. അവസാനം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി. തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഗണേഷ് കുമാറിനെയും ഇടതുപക്ഷത്തിനെയും ആക്രമിക്കാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ചില അശ്ലീലങ്ങൾ ഒരു റീ എൻട്രി നടത്താനുള്ള ശ്രമമാണ് തന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് നടത്തുന്നതെന്നും ഒക്കെ ബിന്ദു മനസ്സിലാക്കിയിരിക്കുന്നു. അവസാനം വാർത്ത മുഴുവൻ മൂഞ്ചി കുത്തുമ്പോ എന്താണ് തലക്കെട്ടായിട്ട് മാധ്യമങ്ങൾ കൊടുക്കുന്നത്? വിവാദം അവസാനിച്ചു, കോംപ്രമൈസായി, മാപ്പ് പറഞ്ഞു ഗണേഷ് കുമാർ എന്നാണ്. ഭാര്യയോട് ഭർത്താവ് മാപ്പ് പറയുന്നതും ഭർത്താവിനോട് ഭാര്യ മാപ്പ് പറയുന്നതും ഒക്കെ വാർത്തയാക്കുന്ന മാധ്യമങ്ങളുടെ വാർത്താ ദാരിദ്ര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ പുച്ഛം തോന്നിപ്പോവുകയാണ്, സഹതാപം തോന്നിപ്പോവുകയാണ്. മാത്രവുമല്ല, ആരാണിത് വിവാദമാക്കിയത് ഇവിടുത്തെ വാർത്താ ദാരിദ്ര്യം നേരിടുന്ന മാധ്യമങ്ങളാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം കൊട്ടി ആഘോഷിച്ച് അന്തിച്ചർച്ചയൊക്കെ നടത്തുന്ന നിലയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചതാരാണ്? ഈ നാട്ടിലെ ജനങ്ങളാണോ? നിങ്ങളാണ്. പത്തനാപുരത്ത് ഗണേഷ് കുമാറെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, പത്തനാപുരത്ത് വലതുപക്ഷത്തിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളായിരുന്നു ഇതൊക്കെ. ആർക്കാണ് മനസ്സിലാകാത്തത്? മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് ഇതില്ലാത്ത കഥകൾ മെനഞ്ഞുകൊണ്ട് കണ്ട മറുനാടനൊക്കെ കുറെ മഞ്ഞ സ്റ്റോറിയൊക്കെ കുത്തിക്കയറ്റിക്കൊണ്ട് ഇവിടെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോഴേ തോന്നി അവസാനം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ബിന്ദു മേനോൻ ഗണേഷ് കുമാറിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് പരാതി എടുത്തില്ല. അതൊരു വാർത്തയാണ്, അത് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഈ ബിന്ദു മേനോൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഗണേഷ് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്താം. ഇത് നമുക്ക് ഏത് രീതിയിലാണ് ഗണേഷ് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയുക? ഇപ്പോൾ തന്നെ ഭാര്യ തന്നെ പറയുന്നു,
ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഭാര്യ തന്നെ രംഗത്തേക്ക് വരുന്നു. മാത്രമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു മാധ്യമത്തിൽ ഞാൻ നോക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, പേഴ്സണൽ സ്റ്റാഫൊക്കെ നിങ്ങളെ മർദ്ദിച്ചോ എന്ന് ചോദിക്കുകയാണ്. അവർ മർദ്ദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ കൈകാര്യം ചെയ്തല്ലേ എന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. അതായത് മാധ്യമങ്ങൾക്ക് വാർത്ത മെനഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിലേക്ക് അവരെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും അവർ വളരെ വൈകിയാണെങ്കിലും സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബിന്ദു മേനോനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട്, ബിന്ദു മേനോനെ പ്രകോപിപ്പിച്ചുകൊണ്ട്, ബിന്ദു മേനോനെ ഈ ഗണേഷ് കുമാറിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഒക്കെ ഇങ്ങനെ തിരിച്ചു നിർത്താനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ട മാധ്യമങ്ങളെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടും ഒക്കെ ആ കേസ് പോലത്തെ കേസ് എന്റെ കേസ് എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിയ കാഴ്ച നമ്മൾ കണ്ടില്ലേ. രാഹുൽ മാങ്കൂട്ടമൊക്കെ ഈ കേരളം കണ്ട ഏറ്റവും മാലിന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് നമുക്ക് പറയാതെ വയ്യ. ഒരു MLA എന്തൊക്കെ ചെയ്യരുതെന്ന് ചോദിച്ചാൽ അവനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയാം, ഇതൊന്നും ചെയ്യരുതെന്നോ. MLA എന്ന നിലയിൽ MLA എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് അവൻ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ സത്യത്തിൽ പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ടതാണ് കേട്ടോ. എന്താണെന്ന് അറിയൂ, ഇങ്ങനെയൊന്നും ഒരു പൊളിറ്റീഷ്യൻ ആയാൽ ചെയ്യരുതെന്ന്. ഒരു പെൺകുട്ടിയോട് വിവാഹാഭ്യർത്ഥന നടത്തി അവളെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ബങ്കറിനകത്ത് കയറിയിരുന്നവരാണ് ഈ രാഹുൽ മാങ്കൂട്ടം. പക്ഷേ ഗണേഷ് കുമാർ ആകട്ടെ, തനിക്കെതിരെ വാർത്ത വന്നപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് നെഞ്ചു വിരിച്ച് ആ വിഷയത്തിലൊക്കെ പ്രതികരണം രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. എന്നിട്ട് ഗണേഷ് കുമാർ പറഞ്ഞ പ്രതികരണത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അത് ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്ത് ബിന്ദു മേനോനെ പ്രകോപിപ്പിച്ചു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അവസാനം എന്താണ് സംഭവിച്ചത്? തകർന്ന് നിലത്ത് കിടക്കുന്നു. ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിൽ നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാരിലെ ഒരു മികച്ച മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് എങ്ങനെയാണ് ഇപ്പോ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. UDF ഭരണകാലത്ത് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന് KSRTC ഇന്ന് ലാഭത്തിലാണ്. ആരാണ് കൊണ്ടുപോയി അങ്ങനെ ലാഭത്തിൽ എത്തിച്ചത്? ഗണേഷ് കുമാറാണ്. അങ്ങനെ കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെ കരിവാരി തേച്ച് ഒരു വല്ലാത്ത പുകമുറയൊക്കെ സൃഷ്ടിച്ച് ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ എങ്ങനെയായി? ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു വിവാദമാക്കി ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് ഇങ്ങനെ ഗത്യന്തരമില്ലാതെ ഒരു 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 തലക്കെട്ടൊക്കെ കൊടുത്ത് കോംപ്രമൈസ് ആയി എന്ന തലക്കെട്ട് കൊടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. എന്നാലും ഒരു വല്ലാത്ത കഷ്ടം തന്നെ. റോഡിൽ ഒരു ഭാര്യയും ഭർത്താവും അടികൂടിയാൽ, റോഡിൽ ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ അതുപോലും ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കുന്ന നമ്മുടെ മാധ്യമങ്ങളെ സ്മരിക്കാതെ വയ്യ എന്ന് പറഞ്ഞു വെക്കുകയാണ്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ചില അഴിമതി സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വിമർശിക്കാം. അദ്ദേഹത്തെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വിമർശിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്യാം. അദ്ദേഹത്തിന്റെ ആ അഴിമതിക്കെതിരെ നമുക്ക് അന്ത്യചർച്ചകൾ നടത്താം. ഇത് കുടുംബത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെ പോലും മറ്റൊരു രീതിയിൽ അവിടെ ഈ രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് അന്ത്യചർച്ച നടത്തി കളയുകയാണ്. അവർക്ക് പരാതിയില്ല. അവര് തന്നെ പറയുന്നു, എന്നോട് ഈ പറയുന്ന ഗണേഷ് കുമാർ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ, അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും പറയേണ്ട കാര്യമുണ്ടോ? ഒരു മന്ത്രി ഭാര്യയോട് സംസാരിക്കുന്നത് മുഴുവൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വിളിച്ചു കൂടണമെന്ന് വാശി പിടിക്കുന്ന മാധ്യമ പ്രവർത്തനം വെറും ജേർണലിസമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ല. ഞാനും നിങ്ങൾ വളർന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കുള്ള പ്രിവിലേജ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ പ്രിവിലേജ് ഞങ്ങൾക്കുണ്ട്, മാധ്യമ പ്രവർത്തകർക്കുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ്. മാത്രവുമല്ല, ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചത്? എന്തായാലും ഗണേഷ് കുമാറിന് ഈ വിവാദങ്ങളൊക്കെ വലിയ ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഗണേഷ് കുമാറിനെ അടിച്ചു താഴ്ത്താൻ വേണ്ടി ശ്രമം നടത്തിയ മാധ്യമങ്ങളുടെ അജണ്ടകൾ, കൊട്ടേഷനുകൾ പൊളിഞ്ഞടങ്ങുമ്പോൾ അത് ഗണേഷ് കുമാറിന് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ഒന്നായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസ് ബിയുടെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലായിരുന്നു. പക്ഷേ എന്ത് പറയാനാണ്, ഇത്ര വേഗം പൊളിഞ്ഞു വീഴുമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ കരുതിയില്ല. സാധാരണ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ വരാറുള്ളത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ട് ചെയ്യാൻ ജനങ്ങൾ ബൂത്തിലേക്ക് പോകാൻ മിനിറ്റുകൾ മാത്രമുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും കുത്തിത്തിരിപ്പ് വാർത്തകളും ഒക്കെ മാധ്യമങ്ങൾ പുറത്തുവിടാതെ. ഇതെന്താണെന്നറിയില്ല, കാലം തെറ്റിപ്പെയ്ത മഴയാണെന്ന് തോന്നുന്നു. എന്തായാലും മൊത്തത്തിൽ അവസാനം അറിയാമല്ലോ, പവനായി ശവമായിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ മൊത്തത്തിൽ പടമായി ചുമരി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.